നമസ്കാരം. ഞാൻ കലാമണ്ഡലം ഗിരിജ രാംദാസ്. എൻ്റെ ചാനലായ നന്ദനം ആർട്ടിസ്റ്റിക് അരീനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ആചാരം ഏത്തമിടുന്നതിനെക്കുറിച്ചാണ്. ഏത്തമിടുക പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയിട്ട് അല്ലെങ്കിൽ ഗണപതി ഭഗവാന്റെ മുമ്പിലാണ് നമ്മൾ ഏത്തമിടുന്നത്. ലോകത്ത് 33 ദേവകളുള്ളതിൽ ഒരേ ഒരു ഭഗവാന്റെ മുമ്പിൽ മാത്രമേ നമ്മൾ ഏത്തമിടുന്നുള്ളൂ. അതായത് വിഘ്നങ്ങൾ തീർക്കുന്ന ശ്രീ മഹാഗണപതിയുടെ മുമ്പിൽ പോയിട്ട് ഏത്തമിട്ടാൽ നമ്മളെ വിഘ്നങ്ങളെല്ലാം അസ്തമിക്കും എന്നാണ് പറയുന്നത്. ഈ ഏത്തമിടുന്നതിന് തന്നെ പലരും വെറുതെ ചെവിയിൽ കൈവച്ച് ഇങ്ങനെ വെറുതെ ഇടുന്നു. പക്ഷെ അതിനൊരു ശാസ്ത്രീയ വശം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂണ്ടുവിരലും മിഡിൽ ഫിംഗറും മധ്യവിരലും കൂടി വലത് കൈയിൻ്റെ വിരലുകൾ ഇടത് കാതിലും ഇടത് കൈയിൻ്റെ വിരലുകൾ വലത് കാലിലും പിടിച്ച് ഇടത് കാൽ പിന്ന് ചവിട്ടി, നൃത്തത്തിലൂടെ പറയല്ല ഞാൻ, എല്ലാവരും നൃത്തം അറിയാത്തവർക്ക് പോലും പറയുകയാണ് ഞാൻ, വലത് കാല് മുന്നിലും കുത്തിയാണ് ചെവിക്ക് പിടിച്ച് മുട്ടുവരെ താന്നാണ് ഏത്തമിടേണ്ടത്. ഇതിനൊരു ശാസ്ത്രീയ വശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഫുള്ള് താഴോട്ടും മുകളിലേക്കും പോകുന്നു. മാത്രമല്ല ആ സമയത്ത് നമുക്ക് തലച്ചോറിലേക്ക് രക്തപ്രവാഹം കൂടുമെന്നാണ് പറയുന്നത്. ഇത് വേറെ ഒരു വ്യായാമം മാത്രമല്ല, നമ്മളുടെ ശരീരത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കർമ്മം കൂടിയാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഗണപതി ഭഗവാനിൽ നിന്നുള്ള അനുഗ്രഹവും ലഭിക്കുന്നു. ലോകത്ത് ആകെ വിഘ്നേശ്വരൻ എന്ന് പറഞ്ഞ ഒരൊറ്റ ആളേ ഉള്ളൂ, അത് മഹാഗണപതിയാണ്. ആ മഹാഗണപതിയുടെ മുമ്പിൽ ഏത്തമിട്ട് നമ്മളുടെ വിഘ്നങ്ങളെല്ലാം അവസാനിപ്പിക്കുകയും ചെയ്യാം. നമുക്ക് അതിലൂടെ ഒരു പുതിയ ഉണർവ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഏത്തമിടലിൻ്റെ ശാസ്ത്രം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. എൻ്റെ ഈ ഒരു ചെറിയ അറിവ് നിങ്ങളിലേക്ക് പകർന്നു തന്നതിൽ ആർക്കെങ്കിലും സന്തോഷവും സംതൃപ്തിയും ഇഷ്ടവുമായെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.